ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നുണ്ടോ? സഹോദരന്മാരെ, ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലുള്ള സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധ ഖുർആൻ. സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വിശുദ്ധ ഖുർആൻ. വീട്ടില് ബറക്കത്തില്ല, വീട്ടില് സമാധാനമില്ല, വീട്ടില് ബറക്കത്തുണ്ടാവാൻ വേണ്ടി എന്തൊക്കെയോ നമ്മൾ ചെയ്യുന്നു അല്ലേ? വീട്ടില് ബറക്കത്തുണ്ടാകാൻ വേണ്ടി കഅബാലയത്തിന്റെ ഫോട്ടോ തൂക്കുന്നവരുണ്ട്, മദീനയുടെ ഫോട്ടോ തൂക്കുന്നവരുണ്ട്, അജ്മീർ ഷരീഫിന്റെ ഫോട്ടോ തൂക്കുന്നവരുണ്ട്, മഹത്തുക്കളായ ഔലിയാക്കളായ മഹത്തുക്കളായ ബദരീങ്ങളുടെ പേരെഴുതി തൂക്കിയിട്ട് അതിന്റെ ഒത്ത താഴെ ഇങ്ങനെ ടിവിയും തുറന്നു വെച്ചാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട്ടില് ബറക്കത്തുണ്ടാകുമോ? ചിന്തിക്കണേ. നമ്മുടെ വീട്ടിൽ ഖുർആൻ പാരായണമുണ്ടോ? ബറക്കത്തുണ്ടാകാൻ വേണ്ടി റാത്തീബ് നടത്തുന്നുണ്ട്, ബറക്കത്തുണ്ടാകാൻ വേണ്ടി ഖുത്ബിയ്യത്ത് നടത്തുന്നുണ്ട്, ബറക്കത്തുണ്ടാകാൻ വേണ്ടി മങ്കുസ് മൗലിദ് നടത്തുന്നുണ്ട്. എന്നെല്ലാം ഇതെല്ലാം നടത്തി കഴിഞ്ഞിട്ട് വീട്ടിലിതാ ടിവിയും തുറന്നു വെച്ചുകൊണ്ട് സീരിയൽ കണ്ടുകൊണ്ടിരുന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പ, എന്റെ പ്രിയപ്പെട്ട ഉമ്മ, നിങ്ങളുടെ വീട്ടിലെങ്ങനെ ബറക്കത്തുണ്ടാകാനാ? വീട്ടില് ബറക്കത്തുണ്ടാകണോ? പടച്ച തമ്പുരാന്റെ ഭാഗത്ത് നിന്നും കരുണയുടെ കൃപാ കവാടങ്ങൾ തുറക്കപ്പെടണോ? ഹബീബായ റസൂല് തന്നെ പറയുന്നല്ലോ, ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ യുക്സിറു ഖൈറുഹു. നിശ്ചയമായും ഏതൊരു വീട്ടിലാണോ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത്, ഏതൊരു വീട്ടിലാണോ ഖുർആൻ ഓതപ്പെടുന്നത്, ഏതൊരു വീട്ടിലാണോ ഖുർആന്റെ ശബ്ദം കേൾക്കുന്നത്, ഏതൊരു വീട്ടിൽ നിന്നാണോ ഖുർആന്റെ പ്രകാശം വീശപ്പെടുന്നത്, ടിവിയുടെ പ്രകാശമല്ല, സീരിയലിന്റെ ശബ്ദകോലാഹങ്ങളല്ല, സ്റ്റാർ സിംഗറിന്റെ ശബ്ദങ്ങളല്ല, പിന്നെയോ ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ. ഏത് വീട്ടിൽ ഖുർആൻ ഓതുന്നോ, ഏത് വീട്ടിലാണോ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നത്, അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു യുക്സിറു ഖൈറുഹു. ആ വീട്ടിലേക്ക് പടച്ച തമ്പുരാന്റെ കൃപാകടാക്ഷങ്ങൾ അധികമായി വർഷിപ്പിക്കപ്പെടുന്നതാ, അള്ളാന്റെ കരുണ ഒരുപാട് ഉണ്ടാകപ്പെടുന്നതാ. ഏത് വീട്ടിലാ? ഖുർആൻ ഓതുന്ന വീട്ടിലാ. ഖുർആൻ ഓതാത്തത് കൊണ്ടാ റാത്തീബ് നടത്തിയിട്ടും ബറക്കത്തില്ലാതെ പോകുന്നത്, ഖുർആൻ ഓതാത്തത് കൊണ്ടാ മങ്കുസ് മൗലിദ് ഓതിയിട്ടും ബറക്കത്തില്ലാതെ പോകുന്നത്, ഖുർആൻ ഓതാതെ ടിവിയും തുറന്നു വെക്കുന്നത് കൊണ്ടാ ബദരീങ്ങളുടെ പേരെഴുതിയിട്ടും ബറക്കത്തില്ലാതെ പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മഗ്‌രിബിന്റെ സമയത്താ ടിവി അങ്ങ് മാറ്റിവെച്ച് അള്ളാന്റെ ഖുർആനും എടുക്കുമോ? ആ ഖുർആനും ഓതുമോ? ഹബീബായ റസൂല് പറഞ്ഞു, ഖുർആൻ ഓതിയില്ല എങ്കിൽ വൽ ബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ യുഖില്ലു ഖൈറുഹു. ഏത് വീട്ടിലാണോ ഖുർആൻ ഓതാത്തത്, ഖുർആന്റെ ശബ്ദമില്ലാത്ത വീട്, അത് പാഴടഞ്ഞ വീടാ, അത് ബറക്കത്തില്ലാത്ത വീടാ, അത് സമാധാനമില്ലാത്ത വീടാ. അതുകൊണ്ട് വീട്ടിൽ സമാധാനം വേണോ? അല്ലാഹുവിന്റെ കരുണ വേണോ? നന്മയുടെ കേദാരങ്ങളുടെ കവാടങ്ങൾ തുറക്കപ്പെടണോ? എന്റെ സഹോദരങ്ങളെ, ഖുർആനിലേക്ക് മടങ്ങുക. കാലങ്ങളെ അതിശയിപ്പിച്ച ഖുർആൻ, അപകടങ്ങളെ അതിജീവിച്ച ഖുർആൻ, വിമർശനങ്ങളെ വലിച്ചെറിഞ്ഞ ഖുർആൻ, വിജയത്തിന്റെ പാതയിലിതാ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുന്ന ഖുർആൻ. എന്നാൽ ഇതൊന്നും അറിയാതെ വീട്ടിന്റെ ഷെൽഫിൽ നാം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഖുർആൻ, ആരെങ്കിലും മരണപ്പെട്ടാൽ മാത്രമെടുക്കാൻ വിധിക്കപ്പെട്ട ഖുർആൻ, ചിതലുകൾ തിന്നുന്ന ഖുർആൻ, മറാലകൾ പിടിച്ചുപോയ ഖുർആൻ, ആ ഖുർആനും എടുത്തു വെച്ച് നമ്മുടെ വീട്ടിലൊന്നോതിയാൽ ആ വീട്ടിൽ ബറക്കത്തെന്ന് മുഹമ്മദ് മുസ്തഫ. അതുപോലെ എന്റെ സഹോദരങ്ങളെ, നാം എല്ലാം വീടുകളിൽ താമസിക്കുമ്പോ സമാധാനമില്ല, ഭാര്യയെ കൊണ്ട് സമാധാനമില്ല, മക്കളെ കൊണ്ട് സമാധാനമില്ല, ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ല, കച്ചവടത്തിൽ സമാധാനമില്ല, പിശാചിന്റെ ബാധ പിടിച്ചതുപോലെ വല്ലാത്ത മനപ്രയാസമാണ്. മനസമാധാനമില്ലാതെ എല്ലാവരും കറങ്ങുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞല്ലോ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാൽ അതിലൂടെയാ ഹൃദയങ്ങൾക്ക് ശാന്തതയുള്ളത്. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയില്ല എങ്കിൽ ഹബീബ് പറഞ്ഞതെന്താ? ലാ തജ്അലൂ ബുയൂതകും മഖാബിർ. നിങ്ങളുടെ വീടുകളെ ഖുർആൻ പാരായണമില്ലാതെ ശ്മശാനങ്ങളാക്കി മാറ്റല്ലേ, ശവപ്പറമ്പുകളാക്കി നിങ്ങൾ മാറ്റല്ലേ. ഖുർആൻ ഓതാത്ത വീടുണ്ടല്ലോ, അത് ശവപ്പറമ്പുകളെന്ന് മുഹമ്മദ് മുസ്തഫ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇന്നൽ ബൈത ശൈത്താനു യൻഫുറു മിനൽ ബൈത്തില്ലദീ യുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ
ഏതൊരു വീട്ടിലാണോ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്നത്, ആ വീട്ടിൽ നിന്നും പിശാച് വിരണ്ടോടുന്നതാ. ആ വീട്ടിൽ പിന്നെ ഭാര്യയ്ക്ക് പിശാചിന്റെ ബാധ്യതയില്ല, ആ വീട്ടിൽ പിന്നെ ഭർത്താവിന് പിശാചിന്റെ ബാധയില്ല, ആ വീട്ടിലെ മക്കൾ പിന്നെ വഴി തെറ്റിപ്പോകില്ല. അതുകൊണ്ട് ഖുർആൻ ഓതിക്കൊണ്ട് പിശാചിനെ ഓട്ടിച്ചു കളയണേ. വീട്ടിലേക്ക് താമസം മാറുമ്പോ എത്ര പേരാ സൂറത്തുൽ ബഖറ ഓതുന്നത്? ഒരു പുതിയ വീട്ടിലേക്ക് താമസത്തിന് വന്നിട്ട് ഒരിക്കലെങ്കിലും നമ്മൾ ബഖറ ഓതിയിട്ടുണ്ടോ? പിന്നെ എങ്ങനെ സമാധാനമുണ്ടാകുവാനാ? എന്റെ സഹോദരങ്ങളെ, കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ, സമ്പാദ്യത്തിൽ ബറക്കത്ത് കിട്ടാൻ, നഷ്ടങ്ങളില്ലാതാകാൻ എന്തെല്ലാമോ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചതെന്താ? മൻ ഖറഅ സൂറത്തുൽ വാഖിഅത കുല്ല ലൈല ലം തുസിബുഹു ഫഅഖത്തുൻ അബദാ. എല്ലാ ദിവസവും ആര് അല്ലാഹുവിന്റെ ഖുർആൻ എടുത്തു വെച്ചുകൊണ്ട് സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്നു, ലം തുസിബുഹു ഫഅഖത്തുൻ അബദാ, ഇല്ല ഇല്ല, അവരുടെ വീടുകളിൽ പിന്നെ പട്ടിണിയോ പരിവട്ടമോ ഇല്ല, അവരുടെ വീടുകളിൽ പിന്നെ കടബാധ്യതയുടെ പ്രശ്നങ്ങളില്ല. സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യുന്ന വീട്, ആ വീട്ടിലെ സാമ്പത്തികത്തിന് പ്രശ്നമില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. അതേപോലെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ? അല്ലാഹുവിന്റെ ഖുർആനിൽ തന്നെ യാതിനും വരുന്നുള്ളത്, വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. അല്ലാഹ് പറയുന്നു, രോഗശമനവും വിശുദ്ധ ഖുർആനിലാ. സാമ്പത്തിക പ്രശ്നമായാലും, സാമൂഹിക പ്രശ്നമായാലും, കുടുംബ പ്രശ്നമായാലും, ആരോഗ്യ പ്രശ്നങ്ങളായാലും, എന്ത് പ്രശ്നമായാലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഉത്തുൽ ഖുർആൻ, അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾ ഓതുക.